ഓക്കെ, മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. സ്പാൻ്റെ പകുതി ദൂരത്തോളം വാല്യൂ ഉണ്ട്. അപ്പോൾ യു ഡി എൽ എങ്ങനെ മാറ്റേണ്ടത് നമുക്കറിയാം. യു ഡി എല്ലിനെ നമ്മളൊരു പോയിന്റ് ലോഡ് ആക്കുമ്പോൾ ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്ര ഭാഗത്തുണ്ടോ അതിൻ്റെ പകുതി ദൂരത്തേക്ക് മാറ്റണം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യാം. റിയാക്ഷൻസ് ഒക്കെ വരയ്ക്കുക. RI എന്ന റിയാക്ഷൻ ഉണ്ടാവും, RB എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും. നൗ എക്സ്റ്റേണൽ ലോഡ്, ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്ര ഭാഗത്തായിട്ട് ഈ 5 മീറ്ററിൽ ആക്ട് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നേരെ അതിൻ്റെ മിഡ് പോയിന്റിലായിട്ട് ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ആ ലോഡിനെ എവിടെ വരയ്ക്കണം? ഈ മിഡ് പോയിന്റിലാണ്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 10ൻ്റെ മിഡ് പോയിന്റ് അല്ല, 5 മീറ്റർ അല്ലേ, 5 മീറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ്. അപ്പോൾ 5 മീറ്റർ നമ്മൾ അടയാളപ്പെടുന്നത് ഇതാണ് 5 മീറ്റർ അല്ലേ. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ദൂരം ഇവിടെ നിന്ന് 2.5 മീറ്റർ ദൂരത്താണ് എടുക്കുക. ഓക്കെ, അവിടെ നമ്മൾ ഫോഴ്സ് എത്രയാണ്? ടോട്ടൽ ഫോഴ്സ് ആണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അതെല്ലാവർക്കും അറിയാം. ടോട്ടൽ ഫോഴ്സ് W എന്ന് പറയുന്നത് സ്മോൾ w ഇൻറ്റു ലെങ്ത് ആണ്. സ്മോൾ w എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇൻറ്റു ലെങ്ത് അല്ലേ. അപ്പോൾ അത്രയും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഇൻറ്റു 5 മീറ്റർ മൾട്ടിപ്ലൈ. അപ്പോൾ അതിനോട് 100 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പോൾ നമ്മുടെ 100 കിലോ ന്യൂട്ടൺ ഇവിടെ ആക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞു, നമുക്ക് കാര്യങ്ങൾ എഴുതാം. ഇത് RA ആണ്, ഇത് RB ആണ്. സോ അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഈ സ്റ്റെപ്പ് നമുക്ക് മറന്നു വരുത്. ഇത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ RA പ്ലസ് RB ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 100 കിലോ ന്യൂട്ടൺ എഴുതാം. അഥവാ നമ്മുടെ സ്റ്റെപ്പ് വെച്ച് എഴുതാം. സ്റ്റെപ്പ് തന്നെ എഴുതാം. സിഗ്മ F = 0 അല്ലേ, സിഗ്മ ഫോഴ്സ് = 0. RA ആക്ട് ചെയ്യുന്നുണ്ട്, RB ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ -100 കിലോ ന്യൂട്ടനാണ്, ഈക്വൽ ടു 0. അപ്പോൾ RA പ്ലസ് RBക്ക് എന്തോ ഇക്വേഷൻ കിട്ടി? 100 കിലോ ന്യൂട്ടൺ. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ, സിഗ്മ മൊമെൻറ്റ് എബൌട്ട് സം പോയിന്റ് ഷുഡ് ബി 0. എയ്ക്ക് എബൌട്ട് എടുക്കാം. എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ എയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് RA കടന്നു പോകുന്നതുകൊണ്ട് അതിൻ്റെ മൊമെൻറ്റ് 0 ആണ്. പ്ലസ് 100 കിലോ ന്യൂട്ടൺ ഇൻറ്റു അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2.5. തെറ്റിക്കുക, 5 അല്ല കേട്ടോ, 5 മീറ്റർ മിഡ് പോയിൻ്റ് ആണ്. അതല്ല വേണ്ടത്. നമുക്ക് ഈ 5 മീറ്റർ മാത്രമേ ലോഡ് UDL ഉള്ളായിരുന്നു, അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുമ്പോൾ 2.5 ലെങ്ത് പറ്റുള്ളൂ. അത് ക്ലോക്ക് വൈസ് ആണ് നമ്മൾ പോസിറ്റീവ് എടുത്തു. മൈനസ് RB കാരണമുള്ള മൊമെൻറ്റ് എന്തായിരിക്കും? തിരിച്ചായിരിക്കും. മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ RB ഇൻറ്റു സ്പാൻ ലെങ്ത് 10 മീറ്റർ ഒരു 0. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എത്ര കിട്ടും? 215 ഈക്വൽ ടു 10 ഇൻറ്റു RB കിട്ടും. കട്ട് ചെയ്യുമ്പോൾ RBയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 25 കിലോ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ RA = അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ RA നമുക്ക് അറിയില്ല, RBയുടെ വാല്യൂ 25 വരും, ദാറ്റ് ഈസ് 100. അപ്പോൾ RAയുടെ വാല്യൂ നമുക്ക് 100 - 25